നമസ്കാരം. രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിൽ ഒന്നാണ് ഇന്നലെ അഹമ്മദാബാദിൽ സംഭവിച്ചത്. ഇതുവരെ 290 പേരാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1:38 പറന്നുയർന്ന 5 മിനിറ്റിനുള്ളിൽ തന്നെ എയർ ഇന്ത്യയുടെ ബോയിംഗ് വിമാനം താഴേക്ക് പതിക്കുകയായിരുന്നു. നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് വിമാനം വീണതെന്നാണ് സൂചനകൾ. വിമാനയാത്രകളിൽ ഏറ്റവും അപകടകരമായ ഘട്ടങ്ങൾ ടേക്ക് ഓഫും ലാൻഡിംഗുമാണെന്നാണ് വ്യോമയാന വിദഗ്ധർ വ്യക്തമാക്കുന്നത്. വിമാനാപകടങ്ങളിൽ ഏറെയും സംഭവിച്ചതും ഈ ഘട്ടങ്ങളിലാണ്. ഇന്റർനാഷണൽ ഏവിയേഷൻ സേഫ്റ്റി സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ പ്രകാരം 35% വിമാനാപകടങ്ങളും ടേക്ക് ഓഫ് സമയത്താണ് ഉണ്ടാവുന്നത്. ക്രൂസ് ഘട്ടവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പൈലറ്റ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത് ടേക്ക് ഓഫ്, ലാൻഡിംഗ് ഘട്ടങ്ങളിലാണ്. ഏകോപനം, പെട്ടെന്ന് തീരുമാനമെടുക്കൽ എന്നിവ ലാൻഡിംഗ് ഘട്ടങ്ങളിൽ പൈലറ്റിന് ആവശ്യവുമാണ്. എഞ്ചിൻ തകരാർ, പൈലറ്റിന്റെ പിഴവ്, കാലാവസ്ഥാ വ്യതിയാനം, റൺവേയിലെ പ്രശ്നങ്ങൾ എന്നിവയാണ് ടേക്ക് ഓഫിനിടെ അപകടത്തിലേക്ക് നയിച്ചേക്കാവുന്ന കാരണങ്ങൾ. ടേക്ക് ഓഫ് സമയത്ത് എഞ്ചിനുകൾ പരമാവധി സമ്മർദ്ദത്തിലായിരിക്കും. പക്ഷിയിടിക്കുക, ഇന്ധനമർദ്ദം കുറയുക, നിർമ്മാണ തകരാറുകൾ പോലുള്ള സാങ്കേതിക പിഴവുകൾ സംഭവിക്കുക എന്നിവ മൂലം അപകടമുണ്ടാകാനുള്ള സാധ്യതകൾ വളരെ വലുതാണ്. പൈലറ്റിന്റെ പിഴവാണ് ടേക്ക് ഓഫ് സമയത്ത് വിമാനാപകടം ഉണ്ടാകുന്നതിന്റെ മറ്റൊരു പ്രധാന കാരണം. വേഗത നിർണയത്തിലുള്ള പിഴവ്, റൊട്ടേഷൻ പോയിന്റ് മനസ്സിലാക്കുന്നതിലെ പിഴവ്, തെറ്റായ പിച്ചോ ആംഗിളിലോ സെലക്ട് ചെയ്യുക തുടങ്ങിയ പൈലറ്റിന്റെ ഭാഗത്തു നിന്നുള്ള പിഴവ് കൊണ്ടും അപകടങ്ങൾ ഉണ്ടാകാം. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റവും ടേക്ക് ഓഫിനിടെ വിമാനം അപകടത്തിൽപ്പെടാൻ കാരണമാകാറുണ്ട്. ശക്തമായ കാറ്റ്, മൂടൽമഞ്ഞ്, ഇടിമിന്നൽ എന്നിവയെല്ലാം അപകട കാരണമാകാം. ടേക്ക് ഓഫിനിടെ റൺവേയിൽ പെട്ടെന്ന് ഒരു വാഹനമോ പക്ഷിയോ മറ്റു വിമാനമോ എത്തുകയാണെങ്കിലും അപകടമുണ്ടാകാൻ സാധ്യത വളരെയേറെയാണ്. എന്തായാലും ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയ സ്ഥിതിക്ക് അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ ആകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിമാനം 625 അടി ഉയരത്തിൽ എത്തിയ ശേഷം തുടർന്ന് പറക്കാനാവാതെ താഴേക്ക് വന്ന മേഘാനി നഗറിൽ BJ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ മെസ്സിന് മുകളിൽ പതിക്കുകയായിരുന്നു. എയർ ഇന്ത്യക്ക് വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഇതുമൂലം ഉണ്ടായിരിക്കുന്നത്. അന്താരാഷ്ട്ര മോൺട്രിയൽ കൺവെൻഷൻ പ്രകാരം മരിച്ച ഓരോ യാത്രികനും നഷ്ടപരിഹാരമായി 1,51,880 സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് നൽകാൻ വിമാന കമ്പനി ബാധ്യസ്ഥമാണ്. നിലവിലെ വിനിമയ നിരക്കിൽ ഏകദേശം 1.8 കോടി രൂപ വരും. ടാറ്റ ഗ്രൂപ്പ് ഇതുവരെ ഓരോ യാത്രികനും 1 കോടി വീതം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിമാനാപകടത്തിൽ സംഭവിക്കുന്ന പരിക്കുകൾ, ലഗേജ് നഷ്ടപ്പെടൽ, മരണങ്ങൾ എന്നിവയ്ക്കുള്ള നഷ്ടപരിഹാരം എല്ലാ രാജ്യങ്ങളിലെയും ന്യായവും ഒരുപോലെയാണെന്നാണ് ഉറപ്പാക്കുന്നതാണ് ഈ കൺവെൻഷൻ. മോൺട്രിയൽ കൺവെൻഷനിലെ നിശ്ചിത ബാധ്യതാ പരിധിയെ അടിസ്ഥാനമാക്കി യാത്രക്കാർക്ക് മാത്രം എയർ ഇന്ത്യ നഷ്ടപരിഹാരമായി 377 കോടി രൂപയിൽ കൂടുതൽ നൽകേണ്ടി വരും. ക്രൂ അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിയാൽ നഷ്ടപരിഹാര ബാധ്യത ഇതിലും കൂടും. മൊത്തം ബാധ്യത 412 കോടി രൂപയ്ക്ക് മുകളിൽ വരെ എത്താൻ സാധ്യതയുണ്ട്. അതേസമയം വിമാന ദുരന്തത്തിൽ ആശ്വാസമുഖമായി എത്തിയത് 40 വയസ്സുകാരനായ വിശ്വാസ് കുമാർ രമേശ് മാത്രമായിരുന്നു. യാത്രക്കാരിൽ ഒരാൾ പോലും ജീവനോടെ അവശേഷിക്കില്ലെന്ന് കരുതിയ സന്ദർഭത്തിലാണ് ദുരന്തമുഖത്ത് നിന്ന് വിശ്വാസ് കുമാർ രമേശ് രക്ഷാപ്രവർത്തകർക്കിടയിലേക്ക് നടന്നെത്തിയത്. മുഖത്തിനും കാലിനും നെഞ്ചിനും ഉൾപ്പെടെ പരിക്കേറ്റ ഇദ്ദേഹം നിലവിൽ അഹമ്മദാബാദ് അസാർവയിലെ സിവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എമർജൻസി എക്സിറ്റ് വഴിയാണ് വിശ്വാസ് കുമാർ രക്ഷപ്പെട്ടത്. ഇങ്ങനെയാണ് താൻ രക്ഷപ്പെട്ടതെന്ന കാര്യം വിശ്വാസ് നടുക്കത്തോടെയാണ് ഓർത്തെടുക്കുന്നത്. അതിപ്പോഴും അവിശ്വസനീയമാണ്. താൻ ജീവനോടെ രക്ഷപ്പെട്ടു എന്ന് ഇനിയും വിശ്വസിക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് തന്റെ 2ാം ജന്മമാണ്. അഹമ്മദാബാദിലെ ആശുപത്രി കിടക്കയിൽ നിന്ന് വിശ്വാസ് പറഞ്ഞത് ഇങ്ങനെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആശുപത്രിയിലെത്തി വിശ്വാസിനെ കണ്ടിരുന്നു. വിമാനത്തിന്റെ ഇടതുവശത്തുള്ള എമർജൻസി വാതിലിനടുത്തുള്ള 11A സീറ്റിലെ യാത്രക്കാരനായിരുന്നു വിശ്വാസ്. പറന്നുയർന്ന അല്പസമയത്തിനുള്ളിൽ വിമാനത്തിൽ നിന്ന് തന്റെ സീറ്റ് തെറിച്ചുപോയി. അങ്ങനെയാണ് താൻ രക്ഷപ്പെട്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്.